നമ്മുടെ ഫോണിൽ നമ്മൾ ഒരുപാട് വിഡ്ജറ്റുകൾ സെറ്റ് ചെയ്യും. ക്ലോക്കിനൊരു വിഡ്ജറ്റ്, വെതറിനൊരു വിഡ്ജറ്റ്, അതുപോലെ മ്യൂസിക്കിനൊരു വിഡ്ജറ്റ്, അങ്ങനെ ഓരോന്നിനും വിഡ്ജറ്റുകൾ നമ്മൾ ആഡ് ചെയ്യും. എന്നാൽ ഫോണിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുന്ന വിഡ്ജറ്റ് ഒന്നും കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതേത് വിഡ്ജറ്റാണോ ഉള്ളത് അത് അവിടെ സെറ്റ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഈ വിഡ്ജറ്റുകളൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് കസ്റ്റമൈസ് ചെയ്താലോ? അതായത് നമുക്കിഷ്ടമുള്ള രീതിയിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ആരും കണ്ടാലും നോക്കി പോകുന്ന രീതിയിലുള്ള അടിപൊളി വിഡ്ജറ്റുകൾ നമുക്ക് ഫോണിൽ ആഡ് ചെയ്യാം. അതെങ്ങനെ ആഡ് ചെയ്യുക? അതിന് നമുക്കൊരു വിഡ്ജറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മളെ ഫോണിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ആ വിഡ്ജറ്റ് പകരം നമുക്കൊരു വിഡ്ജറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ വിഡ്ജറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റിൽ ഉണ്ടാവും. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെ ഇത് ആഡ് ചെയ്യുക നമ്മളത് നോക്കുക. ഈ വിഡ്ജറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഇന്റർഫേസ് വരിക. ഫസ്റ്റ് തന്നെ നമുക്ക് പ്ലെയറിന്റെ വിഡ്ജറ്റാണ് ഉള്ളത്. പ്ലെയർ എന്നുള്ള വിഡ്ജറ്റിൽ ഇഷ്ടംപോലെ പ്ലെയർ, മ്യൂസിക് പ്ലെയർ ഇഷ്ടമുള്ള നമുക്ക് ഇതിന്ന് ആഡ് ചെയ്ത് കൊടുക്കട്ടോ. എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇതിൽ കൂടെ ആഡ് ചെയ്യാനാകില്ല, നമുക്ക് വിഡ്ജറ്റ് സെക്ഷനിൽ പോയിട്ട് ആഡ് ചെയ്യണം. അതിന്റെ ഇങ്ങോട്ട് ക്ലോക്കിന്റെ വിഡ്ജറ്റ് ഉണ്ട്. ക്ലോക്കൊക്കെ കണ്ടാലും മതി കേട്ടോ. എന്താ സ്റ്റൈലും ക്ലോക്കുകൾ, അടിപൊളി ക്ലോക്കുകളാണ്. അനലോഗ് ക്ലോക്ക്, ഡിജിറ്റൽ ക്ലോക്ക് ഒക്കെ ഉണ്ട്. അതിനുശേഷം ഇങ്ങനെ കലണ്ടറിന്റെ ഉണ്ട്, ഡിവൈസ് ഇൻഫോ ഉണ്ട്. ഡിവൈസ് ഇൻഫോന്റെ വിഡ്ജറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഫോണിൽ ഇല്ല കേട്ടോ. ഇത് ഒരു ഉപകാരമുള്ള വിഡ്ജറ്റാണ്. നമുക്ക് നമ്മളെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഒരു വിഡ്ജറ്റായിട്ട് ഹോം സ്ക്രീനിൽ ആഡ് ചെയ്ത് കൊടുത്ത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പൊ ഇതെന്താ ചെയ്യേണ്ടേ? ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ ഞാനൊരു ഡിവൈസ് ഇൻഫോന്റെ വിഡ്ജറ്റ് ഒന്ന് ആഡ് ചെയ്യാന്ന്. ഒരു ക്ലോക്കിന്റെ ആഡ് ചെയ്യാം. ഇതാ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇതിന്റെ കളറൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതി കസ്റ്റമൈസ് ചെയ്യുക. ഏത് രീതിയിലാണ് വേണ്ടി വെച്ചാൽ അങ്ങനെ ചെയ്യുക. ആഡ് ടു ഹോം സ്ക്രീൻ കൊടുക്കുക, ആഡ് കൊടുക്കുക. അപ്പൊ അത് ഹോം സ്ക്രീനിലേക്ക് വന്നിക്കില്ലേ, അത് നമ്മൾ വേറെ ചെയ്യണം. ഇനി ക്ലോക്കിന്റെ കൂടി ഒന്ന് ചെയ്യാം. അനലോഗ് ക്ലോക്ക് ആയിക്കോട്ടെ. ഒരു അടിപൊളി ക്ലോക്ക് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുത്ത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഫോണിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് സാധാരണ ഫോണിൽ വിഡ്ജറ്റ് ആഡ് ചെയ്യേണ്ട അതേ വിഡ്ജറ്റ് വരും. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് വിഡ്ജറ്റിനുള്ള ഭാഗത്ത് ഏറ്റവും താഴെ ഭാഗത്ത് വിഡ്ജറ്റ് ഈ ആപ്ലിക്കേഷന്റെ ഐക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആഡ് ചെയ്തതൊക്കെ ഇവിടെ ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ഏതാണോ വേണ്ടത്, ക്ലോക്കാണോ, കലണ്ടറാണോ, മ്യൂസിക് പ്ലെയർ ആണോ, ഏതാണോ നമ്മൾ ആഡ് ചെയ്ത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെ ഹോം സ്ക്രീനിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടോ എന്താ സ്റ്റൈലായിട്ട് വന്ന് മേലെ സ്റ്റോറേജിന്റെ ഡിവൈസ് ഇൻഫോന്റെ ആ വിഡ്ജറ്റും ഉണ്ട്, താഴെ ഭാഗത്ത് ക്ലോക്കിന്റെ വിഡ്ജറ്റും ഉണ്ട്. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട് ചെയ്താണ്. ഇത് നമുക്ക് ചെറുതാക്കുകയും വലുതാക്കുകയും ഒക്കെ ചെയ്യാം. ഇഷ്ടമുള്ള ഭാഗത്ത് കൊണ്ടാക്കാം. നമ്മളെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്യാം. ഇതിലൊക്കെ നമ്മൾ സാധാരണ ചെയ്യും പോലെ, വിഡ്ജറ്റ് ചെയ്യും പോലെ, ക്ലോക്ക് ചെയ്യും പോലെ ക്ലോക്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ക്ലോക്ക് ഇൻഫോയിലേക്കും, അതുപോലെ അലാറം സെറ്റ് ചെയ്യേണ്ടി അവിടെയൊക്കെ നമുക്ക് പോവാം. അതുപോലെ സ്റ്റോറേജിന്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ സ്റ്റോറേജ് ഇൻഫോയിലേക്ക് പോവാം. അതുപോലെ കസ്റ്റമൈസ് ചെയ്യുക. അങ്ങനെ കുറെ ഓപ്ഷൻ ഉണ്ട്. സംഭവം ഏതായാലും വിഡ്ജറ്റ് ആഡ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഒന്ന് കമന്റും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുക്കുക. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.